സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ, അതായത് ഫ്രീ പാസേജ്, നോ പ്രോബ്ലംസ്, അത് വേണമെന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ സൗദി അറേബ്യയെ പറ്റി പറയുവാണെങ്കിൽ സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ഇത് സമാധാനപരമായി ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസിൽ കൂടെ തീർക്കേണ്ട പ്രശ്നമാണ്. അല്ലാതെ ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം പ്രധാനമായിട്ട് ഒരു യുദ്ധം ആവശ്യപ്പെടുവാണെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. പക്ഷേ UAEക്ക് ആ യുദ്ധത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം UAE ഇസ്രയേലിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു മ്യൂച്വൽ ഡിഫൻസ് കരാറുണ്ടാക്കി. ഒരു പക്ഷേ ഖത്തറും അത് ചെയ്തേക്കാം. പക്ഷേ UAE ഒരു വ്യത്യസ്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ GCC രാജ്യങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും. കാരണം ഇറാന്റെ അടുത്ത് ആവശ്യത്തിന് ഉള്ള ഡ്രോൺസും മിസൈൽസും ഉണ്ട്. ആ ഡ്രോൺസും മിസൈൽസും അമേരിക്കക്കെതിരായിട്ടല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഡ്രോൺസും മിസൈൽസും ഇസ്രയേലിനെതിരായിട്ട്. പക്ഷേ ഇസ്രയേൽ വളരെ ദൂരെയാണ്, അതിനേക്കാൾ അടുത്താണ് ഗൾഫ് രാജ്യങ്ങൾ. അപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ അസറ്റ്സിന് എതിരായിട്ടെന്ന് പറഞ്ഞിട്ട് ഇറാൻ ഈ ഡ്രോൺസും മിസൈൽസ് ഉപയോഗിക്കും. അത് ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. സർ, ഇനി എത്ര കാലം ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഇത്തരത്തിൽ ഉപരോധം തുടരാനായി സാധിക്കും? ദീർഘകാലത്തേക്ക് ഇങ്ങനെ തുറന്നാൽ മറ്റു ബദൽ മാർഗങ്ങളിലേക്ക് രാജ്യങ്ങൾ കടക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അതൊരു പിടിവള്ളി അല്ലാതായി മാറില്ലേ? അല്ല, ഇപ്പൊ സംഭവിക്കുന്നില്ലാണ്. അമേരിക്ക ആണല്ലോ ബ്ലോക്കേഡ് ചെയ്തത്. കാരണം ഒന്ന് ഓർത്തു നോക്കൂ, ആദ്യത്തെ പാകിസ്ഥാനിലെ സംഭാഷണങ്ങൾ തീർന്നതിന് ശേഷം അതിന് മുമ്പ് ഇറാൻ 2 പ്രീ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണം നടത്തുന്ന 2 ഫ്രോസൺ ഫണ്ട്സ് റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സംഭാഷണങ്ങൾക്ക് ശേഷം അത് 21 മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിക്കുന്നതിന്റെ അർത്ഥം വാൻസ് അത് സീരിയസ് ആയിരുന്നില്ല എന്നാണ്. സീരിയസ് ആണെങ്കിൽ 2-3 ദിവസത്തേക്ക് സംസാരിക്കുക, ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂർ സംസാരിക്കുക. തന്നെയുമല്ല, നമ്മൾ ഒരു വാർത്ത കേട്ടു, ഏതാണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുമ്പോൾ നെതന്യാഹുവിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നെതന്യാഹു ആണ് ഈ യുദ്ധം ഇനിയും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, വേറെ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോ അതങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു ഹോർമുസ് തുറന്നിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് എന്താണ് ചെയ്തത്? അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു ബ്ലോക്കേഡ് ചെയ്യുകയാണ് ഇറാൻ പോർട്സിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹോർമുസ്, സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് ഇറാന് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിന് യാതൊരു അർത്ഥമില്ല. അപ്പൊ ട്രംപാണ് കൂടുതൽ സംഗതികൾ വഷളാക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ വളരെ വഷളാണ്. പക്ഷെ അവരുടെ ഈ അവസ്ഥ കുറെ നാളായിട്ട് വഷളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ട്രംപിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ. കാരണം ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ അദ്ദേഹം തുടങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ഇടപെടും. അപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യമനുസരിച്ച് വിക്ടറി ഡിക്ലെയർ ചെയ്ത് പോവുകയാണ് നല്ലത്. പക്ഷെ ചോദ്യം ഉദിക്കുന്നു, അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആണോ അതെയോ അദ്ദേഹത്തെ നെതന്യാഹു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ?
ശരി, ഇപ്പോൾ ഈ യുദ്ധം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന യുദ്ധം ഒരു തരത്തിലും സമവായമാകാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ഇറാനെ സംബന്ധിച്ച് മുന്നിൽ എന്താണുള്ളത്? അമേരിക്ക കർശനമായ നിലപാട് സ്വീകരിച്ച് തന്നെ നിലകൊള്ളുകയാണെങ്കിൽ ഇറാനും എന്തു ചെയ്യും? ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ എത്ര കാലം ഇറാനെ കൊണ്ട് സാധിക്കും? ഇറാന് കുറെ ആഴ്ചകൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ട്രംപിന് ഈ നിലപാടിൽ ആഴ്ചകൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം ഷീ ജിൻപിങ്ങിനെ 14 15 കാണാൻ പോകുന്നുണ്ട്. ആ ഉച്ചകോടി ഒട്ടും വിജയകരമായിരിക്കില്ല ഈ സ്ഥിതി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. പിന്നെ ട്രംപ് ഷീ ജിൻപിങ്ങിനെ കണ്ടതിന് ശേഷം പുടിൻ ഷീ ജിൻപിങ്ങിനെ കാണുന്നുണ്ട്. അപ്പോ geopolitical winds are blowing against Trump. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.